ഇത്തവണയും ഇരിങ്ങാലക്കുടയുടെ മനം നിറച്ചാണ് വർണ്ണക്കുട മഹോത്സവത്തിന് സമാപനമായത്. ആവേശം വാനോളം നിറച്ച ഒട്ടനവധി പരിപാടികളാണ് വർണ്ണക്കുട മഹോത്സവത്തിന്റെ ഭാഗമായി നടന്നത്. ജനസാഗരം ഓരോ പരിപാടിയിലുമെത്തി. ഗായിക സിത്താര കൃഷ്ണകുമാറിന്റെ മ്യൂസിക് ബാൻഡ്, ആൽമരം മ്യൂസിക് ബാൻഡ്, ഗൗരി ലക്ഷ്മി നയിക്കുന്ന ഡാൻസ് മ്യൂസിക് ബാൻഡ് തുടങ്ങി നിരവധി പരിപാടികൾ അരങ്ങേറി. സമയ കലാഭവൻ കൊറ്റനല്ലൂർ ഒരുക്കിയ നല്ലമ്മ എന്ന നാടൻ പാട്ടും കലാരൂപങ്ങളും ചേർന്ന പരിപാടി വ്യത്യസ്തമായി. ഇരിങ്ങാലക്കുടയുടെ വൈകുന്നേരങ്ങൾ വൈവിധ്യമാർന്ന പരിപാടികളാൽ മനോഹരമായപ്പോൾ ഇക്കുറി പരിപാടി കിടുക്കിയെന്ന് കാണികളും. മറ്റ് ജില്ലകളിൽ നിന്നും ആളുകൾ വർണ്ണക്കുടയുടെ ഭാഗമായി. വർണ്ണക്കുട സ്വാഗത സംഘം ചെയർപേഴ്സണായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പരിപാടികൾക്ക് മേൽനോട്ടം വഹിച്ചു. വർണ്ണക്കുട മഹോത്സവത്തിന്റെ സാംസ്കാരിക സമ്മേളനം സിനിമാ സംവിധായകൻ കമലാണ് ഉദ്ഘാടനം ചെയ്തത്. എന്നെ സംബന്ധിച്ചോളം ഇരിങ്ങാലക്കുട എൻ്റെ രണ്ടാം വീടാണ് എന്ന് തന്നെ പറയാം. യും സാഹോദര്യത്തിൻ്റെയും വിളനിലമായ ഇരിങ്ങാലക്കുടയുടെ സാംസ്കാരിക ഉത്സവമാണ് വർണ്ണക്കുട. ഈ നാടിൻ്റെ ചരിത്രവും പൈതൃകവും പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനും മനുഷ്യ മനസ്സുകൾ തമ്മിൽ ഇഴയെടുപ്പമുള്ള ബന്ധം അരക്കിട്ടുറപ്പിക്കാനും കഴിയുന്ന വിധത്തിലാണ് വർണ്ണക്കുട എന്ന പരിപാടി നാം ആസൂത്രണം ചെയ്യുന്നത്. ഇരിങ്ങാലക്കുടയുടെ ഹൃദയത്തിൽ വർണ്ണങ്ങൾ വരച്ചാണ് വർണ്ണക്കുട മഹോത്സവത്തിന് കൊടിയിറങ്ങിയത്. ഇനിയും വൈവിധ്യങ്ങളായ പരിപാടിയോടെ വർണ്ണക്കുട വീണ്ടും എത്തട്ടെ എന്ന നാട്ടുകാരും.